കോഴിക്കോട്ട് കടിയങ്ങാട് സ്വദേശിനിയായ നബീസുമ്മ എന്ന സ്ത്രീ തൻ്റെ മക്കളോടുകൂടി മണാലിയിലെ മഞ്ഞുവാരി കളിക്കുന്ന റീൽസ് ചെയ്തത് കഴിഞ്ഞയാഴ്ച വലിയ വാർത്തയായി. ഇതിനെതിരെ ഒരു മതപണ്ഡിതൻ രംഗത്ത് വന്നു. അതോടുകൂടി സോഷ്യൽ മീഡിയയിലെ രംഗം കൊഴുത്തു. മതപണ്ഡിതന്റെ വിധി അനുസരിച്ച് വാർദ്ധക്യകാലത്ത് വീട്ടിൽ മന്ത്രവും ചൊല്ലിയിരിക്കലാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത് എന്നായിരുന്നു. നബീസുമ്മയുടെ മകൾ ജിസ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരെ വന്നു. അത് അതിവൈറലായി. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റീൽസ്, അതേപോലെ തന്നെ അതിനെതിരെയുള്ള മതപണ്ഡിതന്റെ പ്രസംഗം, അതിനെതിരെയുള്ള സോഷ്യൽ മീഡിയയിലെ കമന്റ്സുകൾ, സാങ്കേതിക വിദ്യയുടെ വികാസം മനുഷ്യന്റെ ചിന്താഗതിയെ മാറ്റുമോ, മനുഷ്യന്റെ പ്രതികരണ രീതിയെ മാറ്റുമോ, മനുഷ്യനെ തന്നെ മാറ്റുമോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. എൻ്റെ പേര് മുഷ്താഖ് അലി. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. വാർദ്ധക്യകാലത്ത് യാത്ര പോകുക എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. പണ്ട് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുമ്പോൾ ജീവിതമെല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിച്ച് വീട്ടിനുള്ളിൽ ചുരുങ്ങിയിരുന്നൊരു കാലമുണ്ടായി. ആ കാലത്തെയും ഇന്നത്തെ കാലത്തെയും താരതമ്യം ചെയ്യാൻ പോയതാണ് നമ്മുടെ മുസ്ലിംകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. സാമൂഹ്യ പരിണാമം എന്നൊന്നുണ്ട്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് ജൈവിക പരിണാമം സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ സാമൂഹ്യ സ്ഥിതിയിലും ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഇടപെടലുകളോ, പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ജീവിത രീതിയോ, പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള സാമൂഹ്യ ചുറ്റുപാടോ അല്ലല്ലോ ഇന്ന്. കഴിഞ്ഞ ഒരു 25 വർഷങ്ങളായി ഈ മാറ്റത്തിന് വല്ലാതെ വേഗത കൂടിയിട്ടുണ്ട്. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തത് മാറ്റം എന്നുള്ളത് മാത്രമാണെന്ന് തിരിച്ചറിയുക. 20-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത്. ആ നൂറ്റാണ്ടിൽ ഒരുപാട് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. കൊളോണിയൽ ഭരണത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്നത് ആ കാലഘട്ടത്തിലാണ്. രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ, എന്തിനേറെ മനുഷ്യാവകാശങ്ങൾ പോലും നേടിയെടുത്ത നൂറ്റാണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിനെ നമുക്ക് ഏജ് ഓഫ് കലക്റ്റീവ് ഫ്രീഡം അഥവാ സമൂഹങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറ്റാണ്ട് അല്ലെങ്കിൽ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോഴേക്ക് സാങ്കേതിക വിദ്യയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയതിന്റെ ഫലമായി 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏജ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡമാണിപ്പോൾ. അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടമാണിപ്പോൾ. രാഷ്ട്രീയ ആദർശങ്ങളുടെ പേരിലോ, സംഘടനാ ചട്ടക്കൂടിന്റെ പേരിലോ, മതത്തിന്റെ നിഷ്ഠകളുടെ പേരിലോ ഇന്ന് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കാൻ പോയാൽ രൂക്ഷവും വളരെ പെട്ടെന്നതുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വേണം ഇനി അങ്ങോട്ട് മതബോധനങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ദർശനങ്ങളുടെ ഉത്ബോധനങ്ങളോ ഒക്കെ നടത്തേണ്ടത് എന്നുകൂടി ഈ മാറിയ കാലഘട്ടത്തിൽ ആളുകൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ നബീസുമ്മ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കയറി വന്നൊരു സ്ത്രീയാണ്. നബീസുമ്മയോട് ഉത്ബോധനം നടത്തിയതുപോലെ ഇതേ മുസ്ലിയാർക്ക് ഒരു സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള ആൾ കുടുംബസമേതം യാത്ര പോകുമ്പോൾ നിങ്ങൾ മതം നിർബന്ധമാക്കിയ സക്കാത്ത് അഥവാ ദാനധർമ്മം നൽകിയിട്ടാണോ വരുന്നത് എന്ന് ചിന്തിക്കണം എന്ന് പറയാനുള്ള ആർജവം ഉണ്ടായില്ല. അപ്പോൾ ഇത്തരം നിഷ്ഠകളും ഇത്തരം ശാസനകളുമൊക്കെ കൂടുതലും ദുർബലരും സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയുമുള്ളത് ആണ് എന്നുള്ളതാണ് ഈ വസ്തുതയോട് സോഷ്യൽ മീഡിയ രൂക്ഷമായി പ്രതികരിക്കാൻ കാരണം. സ്ത്രീകൾ നമ്മുടെ പൗരാണിക കാലഘട്ടം മുതൽ സമൂഹത്തിലെ 2-ാം തരക്കാരായി കണ്ടിരുന്ന ആളുകളാണ്. മനുഷ്യൻ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് പുരുഷൻ വേട്ടയാടലിന് വേണ്ടിയും ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയും വീടിന് പുറത്തു പോകുമ്പോൾ സ്ത്രീ എന്നുള്ളത് വീട്ടിനകത്ത്
കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ പരിപാലിച്ചു പോരുന്നവളായി മാത്രം കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. BC 5000 കൂടി കൃഷിരീതി മനുഷ്യൻ കണ്ടുപിടിച്ചതോടുകൂടി സ്ത്രീയുടെ വീട്ടിനകത്തേക്കുള്ള പ്രവേശനം ഒന്നുകൂടി വലുതായി. അവർ വീടകങ്ങളിലേക്ക് ഒന്നുകൂടി ചുരുങ്ങി. ഇതിനൊരു മാറ്റം വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം വന്നതോടു കൂടിയിട്ടാണ്. വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടി ഒരുപാട് സ്ത്രീകൾക്ക് വീടിന്റെ വാതിലുകൾ തുറന്നു കിട്ടി. പുരുഷനേക്കാൾ കുറഞ്ഞ കൂലി എന്നതായിരുന്നു മുതലാളിമാർ ഇതിൽ കണ്ട ആകർഷണീയത. അങ്ങനെ പുരുഷൻ ചെയ്തിരുന്ന പല ജോലികളും സ്ത്രീകൾ ചെയ്തു തുടങ്ങി. അതോടുകൂടി തന്നെ ഫെമിനിസം എന്ന ആശയത്തിന് വിത്തുപാകുകയും ചെയ്തു. ഫെമിനിസം എന്നുള്ളത് ഒരിക്കലും പുരുഷന്റെ മേലെ നിൽക്കാനോ പുരുഷനെ കാൽക്കീഴിലാക്കാനോ വേണ്ടിയുള്ളതായിരുന്നില്ല. അത് സ്ത്രീയുടെ അവകാശങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും ഒക്കെ എതിരെയുള്ള, അതേപോലെ വോട്ടവകാശത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഫെമിനിസം. ഈ ഫെമിനിസത്തിന് ചൂടുപിടിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയാണ്. 1948 റോസ് വിൽ മൺറോ എന്ന ഒരു സ്ത്രീ ഒരു ഫാക്ടറി അസംബ്ലി ലൈനിലെ സ്ക്രൂ മുറുക്കുന്ന ഒരു രംഗം ഒരു ഇംഗ്ലീഷ് ഗാനമായി പുറത്തു വരികയാണ്. റോസി എന്ന ഓമന പേരിട്ടിട്ടാണ് ആ പാട്ടിൽ ആ സ്ത്രീ വിളിച്ചത്. അങ്ങനെ പുരുഷന് ചെയ്യാമായിരുന്ന എല്ലാ ജോലികളും സ്ത്രീകൾക്കും ചെയ്യാമെന്ന് തെളിയിച്ചുകൊണ്ട് റോസി ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു. കൂടുതലൊന്നും ചരിത്രം പറയുന്നില്ല. 1950-കളിലാണ് ലോകത്താദ്യമായി നമ്മുടെ അയൽപക്കത്ത് ശ്രീലങ്കയിൽ ഒരു വനിത അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് സ്ത്രീകൾ ഒരുപാട് നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീക്ക് തനിച്ചോ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്റെ മക്കളോടൊപ്പമോ ഒരു യാത്ര പോകുന്നതിന് വിലക്കുണ്ട് എന്ന് ഉത്ബോധിപ്പിക്കുന്നത് ചുരുങ്ങിയ പക്ഷം ഈ 21-ാം നൂറ്റാണ്ടിൽ നടക്കാത്ത കാര്യമാണ് എന്ന് ലളിതമായി പറഞ്ഞുകൊള്ളട്ടെ. 21-ാം നൂറ്റാണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലമാണ്. 20-ാം നൂറ്റാണ്ട് സമൂഹങ്ങളുടെ സ്വാതന്ത്ര്യമായിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടമായി മാറുകയാണ്. ഇന്ന് എതിരഭിപ്രായം പറയാനോ അഭിപ്രായ പ്രകടനം നടത്താനോ എതിർക്കാനോ ഒന്നും ഒരു സംഘടനയുടെയോ ഒരു ദിനപത്രത്തിന്റെയോ ഒരു പ്ലാറ്റ്ഫോമിന്റെയോ ഒരു മൈക്കിന്റെയോ ഒന്നും ആവശ്യമില്ല. 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് കുത്തിക്കുറിക്കുന്ന വാചകങ്ങൾ, വാക്കുകൾ ഒരു പക്ഷെ കാലിക പ്രസക്തമാണെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് കത്തിക്കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2017 ഒക്ടോബർ 15 അലീസ മിലാനോ എന്ന ഹോളിവുഡ് നടി ഞാൻ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട്, നിങ്ങളും ഇരയായിട്ടുണ്ടെങ്കിൽ മീ ടു എന്ന് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്വിറ്റർ പോസ്റ്റ് ചെയ്തു. ഇതിന്റെ പ്രതികരണമായി 24 മണിക്കൂറിനുള്ളിൽ 1.25 കോടി ആളുകളാണ് അതിൽ പങ്കെടുത്ത് പ്രതികരിച്ചത്. അതേപോലെ തന്നെയാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മലാല യൂസഫ്സായി ആണെങ്കിലും ഗ്രറ്റ തുൻബർഗ് ആണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് ആരുടെയും പിന്തുണയില്ലാതെ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടോടുകൂടി ഉയർന്നു വന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാകുംഭമേളയിൽ നിന്ന് തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു 16 വയസ്സുകാരി മോണി ഭോസ്ലെ എന്ന പെൺകുട്ടി രാഷ്ട്രങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ലോകത്തെങ്ങാനും വൈറലായത് നമ്മൾ ഈയിടെ കണ്ടതാണ്. പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയുടെ ശക്തിയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്റെ അഥവാ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെ കുതിര കയറാതെ അതല്ലാത്ത രീതിയിലുള്ള ഉത്ബോധനങ്ങളാണ് നല്ലത് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിന് കുടപിടിക്കുന്ന ഒന്നാണ് മറ്റൊരു പണ്ഡിതൻ അതിനെ ന്യായീകരിച്ചതും കണ്ടു. സ്ത്രീക്ക് പുറത്തിറങ്ങണമെങ്കിൽ സഹോദരന്റെയോ അതല്ലെങ്കിൽ ഭർത്താവിന്റെയോ ഒക്കെ കൂടെ പാടുള്ളൂ എന്നാണ് മതത്തിന്റെ നിഷ്കർഷ എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ എത്ര പെൺകുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയും, എത്ര പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാൻ കഴിയും, എത്ര സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നൊക്കെ നമുക്കൊന്നും ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് പറയുന്നു, സാമൂഹ്യ പരിണാമത്തിന് വിധേയമാകാത്ത ഒരു ജനക്കൂട്ടവും ലോകത്ത് അവശേഷിച്ചിട്ടില്ല. നമ്മൾ തന്നെ
ഈ പറയുന്ന മതക്കാർ തന്നെ 10-50 കൊല്ലം മുൻപ് വെച്ചു പുലർത്തിയിരുന്ന മാനസികാവസ്ഥയിലാണോ ഇന്നുള്ളത്? അല്ലല്ലോ. വനിതകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചവർ വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിരെ നിന്നവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ നിരവധി ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതൊക്കെ നിർബന്ധിതമായും ഒരു മനുഷ്യൻ സാമൂഹ്യ പരിണാമങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മത ഉത്ബോധനങ്ങൾ നടത്തിയാൽ മാത്രമേ അതൊക്കെ നിലനിൽക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. നേരെ മറിച്ച് ഇതേ മതപണ്ഡിതൻ വാർദ്ധക്യകാലത്ത് വിധവയായ ഒരു സ്ത്രീക്ക് സ്വന്തം മക്കളോടുകൂടി യാത്ര പോകാൻ അനുവാദം നൽകുന്ന മതമാണിത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കഥ മാറുമായിരുന്നു. ജനക്കൂട്ടം പണ്ഡിതന് പിന്നിൽ അണിനിരക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ, മാറ്റത്തെ ഉൾക്കൊള്ളാൻ വൈമനസ്യമുള്ളവർക്ക് ഒരുപാട് പ്രയാസമുണ്ടാകും. മാറ്റത്തെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് മനഃശാസ്ത്രവും പഠിപ്പിക്കുന്നത്. മാറ്റങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മതത്തിന്റെ ഉത്ബോധനം നടത്തുന്ന ഈ പണ്ഡിതന്റെ വാക്കുകൾ ലക്ഷങ്ങളിലേക്ക് എത്തുമായിരുന്നില്ല. അത് സാങ്കേതിക വിദ്യയുടെ ഒരു മാറ്റത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെയാണ് അതിന്റെ പ്രതികരണങ്ങളും വരുന്ന രീതി എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് കടന്നു കയറാത്ത രീതിയിലുള്ള ഉത്ബോധനങ്ങളും പ്രസംഗങ്ങളും ദയവ് ചെയ്ത് നടത്തണമെന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്. മാറ്റങ്ങൾക്ക് കാതോർക്കുക. 21-ാം നൂറ്റാണ്ടിന്റെ 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇനി വരുന്ന 3/4 നൂറ്റാണ്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എത്രയൊക്കെ വേഗതയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.